നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും നേതാക്കളുടെ ധാർഷ്ട്യവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. INL കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. മംഗളൂരുവിൽ കോൺട്രാക്ടറെയും കുടുംബത്തെയും ബന്ദിയാക്കി സ്വർണം കൊള്ളയടിച്ച സംഭവത്തിൽ ഞെട്ടൽ മാറുന്നില്ല. മലയാളികൾ ഉൾപ്പെടെ 10 പേർ അറസ്റ്റിൽ. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിൽ കൊതുകിനെതിരെ കവചമൊരുക്കി. ക്ലാസ് മുറികളുടെ ജനാലകളും വാതിലുകളും PTA-യുടെ നേതൃത്വത്തിൽ ഉരുക്ക് വലയിട്ടാണ് സുരക്ഷിതമാക്കിയത്. K. രഞ്ജിത്തിന്റെയും P. കേളുവിന്റെയും കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ ധനസഹായം കൈമാറി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നേരിട്ടെത്തി തുക നൽകി. കാസർഗോഡ് എരിയാൽ ദേശീയപാതയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ച. മധൂർ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. CPM-നെതിരെ വിമർശനവുമായി INL. സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും നേതാക്കളുടെ ധാർഷ്ട്യവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. കാഞ്ഞങ്ങാട്ട് ചേർന്ന INL ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് LDF നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് INL LDF ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന INL ജില്ലാ കമ്മിറ്റി യോഗത്തിൽ LDF നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം. 1000 രൂപയുണ്ടായിരുന്ന കെട്ടിട നികുതി 30,000 രൂപ വരെ വർദ്ധിപ്പിച്ച സാഹചര്യമുണ്ടായതും സിവിൽ സപ്ലൈസിൽ സാധനങ്ങളില്ലാത്തതും പെൻഷൻ കുടിശ്ശിക വരുത്തിയതും വൈദ്യുതി നിരക്ക് വർദ്ധിച്ചതും അടക്കമുള്ള ജനദ്രോഹ നടപടികളാണ് രണ്ടാം പിണറായി സർക്കാർ സ്വീകരിച്ചതെന്നും നവകേരള സദസ്സ് ഉദ്ദേശ ലക്ഷ്യത്തിന് പകരം തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നും മുന്നണി മര്യാദ പാലിക്കുകയും ജനദ്രോഹ നടപടികൾ പിൻവലിക്കുകയും ചെയ്യാത്ത പക്ഷം LDF വിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ തയ്യാറാകണമെന്ന് യോഗത്തിൽ ഒറ്റക്കെട്ടായി ആവശ്യമുയർന്നു. തിരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ കനത്ത പരാജയത്തിന് കാരണം CPM നേതൃത്വത്തിന്റെ ധാർഷ്ട്യവും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ഭരണ പരാജയവുമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. ഏറ്റവും ചെറിയ കക്ഷികൾ പോലും ഘടകകക്ഷി എന്ന നിലയിലുള്ള പരിഗണന നൽകുമ്പോൾ INL-നെ മാത്രം വഹാബ് അടക്കമുള്ള ചിലർ മറ്റൊരു സംഘടന രൂപീകരിച്ചതിന്റെ പേരിൽ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. കാസർഗോഡ് ഒഴികെ മറ്റ് പല ജില്ലകളിലൊന്നും INL-നെ LDF യോഗത്തിൽ വിളിക്കുന്നില്ല. ഇത്തരത്തിലുള്ള അവഗണന സഹിച്ച് ഇനിയും LDF-ൽ കടിച്ചു തൂങ്ങേണ്ടെന്നതാണ് പൊതുവികാരം. ഇതുകൂടാതെ INL-ന് ബോർഡ് കോർപ്പറേഷനുകളിൽ 8 ഡയറക്ടർ, ഒരു ചെയർമാൻ സ്ഥാനവും നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. ഖാസിം ഇരിക്കൂറിനെ മാരിടൈം ബോർഡിലും അസീസ് കടപ്പുറത്തെ കർഷകക്ഷേമ നിധി ബോർഡിലും ഡയറക്ടറാക്കുക മാത്രമാണ് ചെയ്തത്. മുസ്ലിം ലീഗിലേക്ക് വരാൻ വലിയ രീതിയിലുള്ള ഓഫറുകളും പ്രലോഭനങ്ങളും ഉണ്ടായിട്ട് പോലും INL-ൽ അടിയുറച്ചു നിൽക്കുന്ന തങ്ങളെ LDF ഒരു വില പോലും കൽപ്പിക്കുന്നില്ലെന്ന് പാർട്ടി നേതാക്കൾ തന്നെ യോഗത്തിൽ തുറന്നടിച്ചു. INL യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് LDF ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെ സംബന്ധിച്ച CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പ്രാദേശിക തലങ്ങളിലെത്തിക്കാൻ ജില്ലയിലെ 4 ഇടങ്ങളിൽ യോഗം നടന്നു. നേതാക്കളുടെ ശൈലി തിരുത്തണമെന്നും ജനപ്രിയ തീരുമാനമെടുക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അടിവരയിട്ടുമായിരുന്നു റിപ്പോർട്ട് അവതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തോൽവിയെ സംബന്ധിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പ്രാദേശിക തലങ്ങളിലേക്ക് എത്തിക്കുവാൻ ജില്ലയിൽ 4 ഇടത്താണ് യോഗം വിളിച്ചത്. നേതാക്കളുടെ ധാർഷ്ട്യം പാർട്ടിയിൽ നിന്ന് ജനങ്ങളെ അന്യവൽക്കരിച്ചുവെന്നും പാർട്ടി നേതാക്കൾ അധികാര കേന്ദ്രങ്ങളാകരുതെന്നും ബ്രാഞ്ച് തലത്തിൽ തുടങ്ങി മേൽപോട്ട് ഓരോ നേതാവും സ്വയം നവീകരിക്കപ്പെടേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് തോൽവിയുടെ മറ്റൊരു കാരണം. സപ്ലൈകോ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ അവശ്യ സാധനങ്ങൾ കിട്ടാതിരുന്നത് ജനങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള മതിപ്പില്ലാതാക്കി. CPM-ന് കരുത്തുള്ള ഇടങ്ങളിൽ BJP-ക്ക് വോട്ട് കൂടുതലായി കിട്ടിയതിൻ്റെ ഞെട്ടലും കേന്ദ്ര റിപ്പോർട്ടിൽ പ്രകടമായിരുന്നു. 3 വീതം ഏരിയ കമ്മിറ്റികൾക്ക് 1 കേന്ദ്രം എന്ന നിലയിലാണ് യോഗം വിളിച്ചത്. തൃക്കരിപ്പൂർ, എലേരി, ചെറുവത്തൂർ ഏരിയ കമ്മിറ്റികളുടെ യോഗം കൊടക്കാടും, കാഞ്ഞങ്ങാട്, പനത്തടി, നീലേശ്വരം ഏരിയ കമ്മിറ്റികളുടെ യോഗം കാഞ്ഞങ്ങാട്ടും, ഉദുമ, ബേടകം, കാറടുക്ക എന്നീ ഏരിയ കമ്മിറ്റികളുടെ യോഗം പൊയ്നാച്ചിയിലും, കാസർഗോഡ്, മഞ്ചേശ്വരം, കുമ്പള എന്നീ ഏരിയ കമ്മിറ്റികളുടെ യോഗം കാസർഗോട്ടും നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജനും KK ശൈലജയും യോഗങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിൽ കോൺട്രാക്ടറെയും കുടുംബത്തെയും ബന്ദിയാക്കി സ്വർണം കൊള്ളയടിച്ച സംഭവത്തിൽ ഞെട്ടൽ മാറുന്നില്ല.
കോൺട്രാക്ടറായ പത്മനാഭ കോട്ടിയന്റെ വീട്ടിൽ 300 കോടിയോളം രൂപ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഡ്രൈവർ നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു കവർച്ച നടന്നത്. സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെ 10 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റുള്ളവർക്കായ അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിച്ചു. മംഗളൂരു ഉളൈബെട്ടുവിലെ കായർപദവ് സ്വദേശി PWD കോൺട്രാക്ടറായ പത്മനാഭ കോട്ടയാന്റെ വീട്ടിൽ മുഖംമൂടി ധരിച്ചെത്തി വീട്ടുകാരെ ബന്ദികളാക്കിയാണ് 9 ലക്ഷം രൂപ വില വരുന്ന സ്വർണവും പണവും കവർച്ച നടത്തിയത്. വീട്ടിലുണ്ടായിരുന്ന വാഹനം തട്ടിയെടുത്തിരുന്നെങ്കിലും പിന്നീട് ഇത് വഴിയിൽ ഉപേക്ഷിച്ചു. കഴിഞ്ഞ മാസം 21-നായിരുന്നു കവർച്ച. സംഭവത്തിൽ മലയാളികളടക്കം 10 പേരെ മംഗളൂരു റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശി ജോൺ ബോസ്കോ, തൃശൂർ മുകുന്ദപുരം സ്വദേശി സതീഷ് ബാബു, കൊടകര സ്വദേശി ഷിജോ ദേവസി, കൂർക്കഞ്ചേരി സ്വദേശി ഷാക്കിർ ഹുസൈൻ, കുമാരനെല്ലൂർ സ്വദേശി M സജീഷ്, കടപ്പശ്ശേരി സ്വദേശി PK വിനോദ്, കാസർഗോഡ് ഉപ്പള പൈവളികെ സ്വദേശി ബാലകൃഷ്ണ ഷെട്ടി, മംഗളൂരു നീർമാർഗെ സ്വദേശികളായ വസന്ത് കുമാർ, രമേശ് പൂജാരി, ബണ്ട്വാൾ സ്വദേശി റെയിൻഡമൺ ഡിസൂസ എന്നിവരാണ് പിടിയിലായത്. പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. 4 വർഷമായി പത്മനാഭയുടെ ഡ്രൈവറും വിശ്വസ്തനുമായ വസന്ത് പൂജാരി പറഞ്ഞതനുസരിച്ച് രമേശ്, റെയ്മണ്ട് ഡിസൂസ, ബാലകൃഷ്ണ എന്നിവരാണ് കൊള്ള ആസൂത്രണം ചെയ്തത്. പത്മനാഭയുടെ കിടപ്പുമുറിയിൽ 300 കോടിയോളം രൂപയുണ്ടെന്നായിരുന്നു വസന്ത് പൂജാരി പറഞ്ഞത്. ഇതോടെ കൊള്ള കൃത്യമായി പ്രാവർത്തികമാക്കാൻ ഇവർ ജോൺ ബോസ്കോയുടെ നേതൃത്വത്തിലുള്ള കേരള സംഘത്തെ ബന്ധപ്പെട്ടു. തുടർന്ന് 21-ന് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കിടപ്പുമുറിയിലെ ടൈൽസ് പൊളിക്കാനുള്ള ഉപകരണങ്ങളും പണം കൊണ്ടുപോകാനായി 21 ബാഗുകളുമായാണ് എത്തിയത്. പക്ഷേ കിടപ്പുമുറിയിൽ 300 കോടിക്കായി തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ കിട്ടിയ ആഭരണവും പണവുമായി രക്ഷപ്പെടുകയായിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് മോഷണം നടത്തിയതെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഹിന്ദിയിലാണ് ഇവർ പരസ്പരം സംസാരിച്ചതെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ സതീഷ് ബാബു നേരത്തെ കൊലപാതക കേസിൽ പ്രതിയാണ്. വസന്ത പൂജാരിക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ കേസും ജോൺ ബോസ്കോയ്ക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളും നിലവിലുണ്ട്. കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാവാനുണ്ടെന്നും അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിച്ചതായും മംഗളൂരു പോലീസ് അറിയിച്ചു. പ്രതികളെ കോൺട്രാക്ടറുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിൽ കൊതുകിനെതിരെ കവചമൊരുക്കി. കാസർഗോഡ് നഗരസഭയിൽ പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് പരിഗണിച്ചാണ് കൊതുക് ശല്യം കൂടുതലുള്ള ഭാഗത്തെ ക്ലാസ് മുറികളുടെ ജനാലകളും വാതിലുകളും PTA നേതൃത്വത്തിൽ ഉരുക്കിന്റെ വലയിട്ട് സുരക്ഷിതമാക്കിയത്. പ്രധാന കെട്ടിടത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് സൗകര്യം കുറവായതിനാൽ ഇത്തവണ AEO ഓഫീസിന് സമീപം മുമ്പ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നതും നിലവിൽ SSK ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നതുമായ കെട്ടിടങ്ങളിൽ ചിലതിലേക്ക് ക്ലാസ് മുറികൾ മാറ്റിയിരുന്നു. SSK ഫണ്ടിൽ നിന്ന് ലഭിച്ച 4.8 ലക്ഷം രൂപയ്ക്കൊപ്പം 4 ലക്ഷത്തോളം രൂപ PTA ചെലവിട്ടാണ് ഇവിടുത്തെ കെട്ടിടങ്ങളിൽ ക്ലാസുകൾ നടത്താനാവശ്യമായ സൗകര്യമൊരുക്കിയത്. കുടിവെള്ള സൗകര്യത്തിനായി പുതിയ പൈപ്പും ടാങ്കും മോട്ടോറും PTA ഒരുക്കി. ഒപ്പം മൂത്രപ്പുരയും കക്കൂസും ഭക്ഷണത്തിന് ശേഷം കൈ കഴുകാനുള്ള വാട്ടർ ടാപ്പ് സൗകര്യവും പുതുക്കി പണിതു. സ്കൂളിന് ചുറ്റുമുള്ള സ്വകാര്യ പൊതുസ്ഥലങ്ങൾ കൊതുകു സാന്നിധ്യമുള്ളതിനാലാണ് ക്ലാസ് മുറികൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ PTA ആലോചിച്ചത്. തുടർന്ന് ജനാലകൾക്ക് വലയിട്ടാൽ ഇതിന് പരിഹാരമാകുമെന്ന നിർദ്ദേശമുയർന്നു. അങ്ങനെയാണ് കൊതുക് ശല്യം കൂടുതലുള്ള ഭാഗത്തെ ക്ലാസ് മുറികളുടെ ജനാലകളും വാതിലുകളും PTA നേതൃത്വത്തിൽ ഉരുക്കിന്റെ വലയിട്ട് സുരക്ഷിതമാക്കിയത്. PTA രക്ഷിതാക്കളിൽ നിന്നും കഴിഞ്ഞ വർഷം സമാഹരിച്ച തുകയിൽ നിന്നും 45,000 രൂപ ചെലവിട്ട് 4 ക്ലാസ് മുറികളിലായുള്ള 35 ജനാലകൾക്കാണ് അലുമിനിയം ഫ്രെയിമിൽ ഉരുക്ക് വല തീർത്തത്. ആഴ്ചയിൽ ഒരു ദിവസം നഗരസഭയുടെ നേതൃത്വത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണവും നടക്കുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് PTA പ്രസിഡന്റ് റാഷിദ് പൂരണം പറഞ്ഞു. സർക്കാർ സ്കൂളുകളിൽ സംസ്ഥാനത്താദ്യമായാണ് ഇത്തരത്തിൽ PTA നേതൃത്വത്തിൽ കൊതുകുവല പ്രതിരോധം തീർക്കുന്നത്. പൊതുജനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും രക്ഷിതാക്കളുടെയും സഹായം തേടി എല്ലാ ക്ലാസ്സിലും കൊതുകുവല സ്ഥാപിക്കുകയാണ് ഇനി PTA അടുത്ത ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ചെർക്കള കുണ്ടടുക്കയിലെ K രഞ്ജിത്തിന്റെയും തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ P കേളുവിന്റെയും കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ ധനസഹായം കൈമാറി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വീടുകളിൽ നേരിട്ടെത്തിയാണ് തുക കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക വൈസ് ചെയർമാനുമായ MA യൂസഫലി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക ഡയറക്ടറുമായ രവി പിള്ള പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയും ലോക കേരള സഭാംഗവും ഫൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫൻ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപയുടെ ആശ്വാസ ധനസഹായമായാണ് 2 കുടുംബങ്ങൾക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വീടുകളിൽ നേരിട്ടെത്തി കൈമാറിയത്.
രഞ്ജിത്തിന്റെ ചെറുക്കള കുണ്ടെടുക്കത്തുള്ള വീട്ടിൽ ധനസഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ നിന്നും രഞ്ജിത്തിന്റെ പിതാവ് രവീന്ദ്രൻ ഏറ്റുവാങ്ങി. കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, ഉദുമ MLA CH കുഞ്ഞമ്പു, കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, തഹസിൽദാർ PV മുരളി, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ, വാർഡ് മെമ്പർ P ശിവപ്രസാദ്, നോർക്ക റൂട്ട്സ് മാനേജർ C രവീന്ദ്രൻ, M പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. P കേളുവിന്റെ തെക്കുംപാട് വീട്ടിൽ കേളുവിന്റെ ഭാര്യ മണിക്ക് മന്ത്രി തുക കൈമാറി. M രാജഗോപാലൻ MLA, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ, നോർക്ക റൂട്ട്സ് റീജിയണൽ മാനേജർ C രവീന്ദ്രനാഥ്, ഹൊസ്തുർഗ് തഹസിൽദാർ M മായ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേളുവിന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്നതൊന്നും പകരമാവില്ലെങ്കിലും കുടുംബങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുതലായാണ് ധനസഹായം നൽകുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ വീടുകളിൽ നേരിട്ടെത്തി തുക കൈമാറുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എരിയാൽ ദേശീയപാതയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. ദേശീയപാതയിൽ എരിയാൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം യാത്രക്കാർക്ക് ദുരിതം. ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. രാത്രി സമയത്ത് ഇതിലൂടെയുള്ള യാത്ര അപകടത്തിന് കാരണമാകുന്നു. കാസർഗോഡ് മംഗലാപുരം പാതയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്താണ് ഈ ചെളിക്കുളം. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് യാത്രക്കാരുടെ മേലെ ചെളിവെള്ളം തെറിക്കുന്നു. ഭിന്നശേഷിക്കാരുടെ മുച്ചക്ര വാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസപ്പെടുന്നു. മൊഗ്രാൽ പുത്തൂർ കടവത്ത് നിന്നും മൊഗ്രാൽ പാലം വരെയും ഇതേ അവസ്ഥ. ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. സർവീസ് റോഡിലും നിറയെ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. അമിത വേഗതയിൽ ഓടുന്ന വാഹനങ്ങൾ ബസ് കാത്തിരിക്കുന്നവരെ പോലും കുളിപ്പിച്ചു പായുന്നു. നാട്ടുകാർ നിരന്തരമായി സഞ്ചരിക്കുന്ന സർവീസ് റോഡിനെ ദേശീയപാത അധികൃതർ അവഗണിക്കുകയാണ്. ദേശീയപാതയിലെ പ്രധാന ഭാഗങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ അപകടം പതിവായിരിക്കുന്നു. എരിയാലിലെ പാലത്തിലെ അടക്കം ദേശീയപാതയിലെ യാത്രക്കാരുടെ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ മാഹിൻ കുന്നിൽ, ജില്ലാ കളക്ടർ, കൂഡ്ലു വില്ലേജ് ഓഫീസർ, മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ മുഖേന അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരത്തിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം ജില്ലാ പോലീസ് മേധാവി P ബിജോയ് IPS ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ലഹരിക്കെതിരെ കാസർഗോഡ് നഗരത്തിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം ശ്രദ്ധേയമായി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമായിരുന്നു കൂട്ടയോട്ടം ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി P ബിജോയ് IPS ഫ്ലാഗ് ഓഫ് ചെയ്തു. KPV രാജീവൻ സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി വൈസ് ചെയർമാൻ തമ്പാൻ, ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ, KPA ജില്ലാ പ്രസിഡന്റ് രാജ്കുമാർ, ജില്ലാ സെക്രട്ടറി AP സുരേഷ്, ട്രഷറർ സുഭാഷ് ചന്ദ്രൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സദാശിവൻ എന്നിവർ സംസാരിച്ചു. കൂട്ടയോട്ടം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ മദനന്തീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ ഉത്സവവും മൂടപ്പ സേവയും നടത്താൻ ഒരുക്കം തുടങ്ങി. ക്ഷേത്ര നവീകരണ സമിതിയുടെയും ദേവസ്വം സമിതിയുടെയും ഭക്തജനങ്ങളുടെയും യോഗത്തിൽ 21 സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. പ്രധാന ക്ഷേത്രങ്ങൾ, തറവാടുകൾ, വിവിധ സാംസ്കാരിക സാമൂഹിക സംഘടനകളുമായി ബന്ധപ്പെടുത്തിയാണ് സമിതികൾ രൂപീകരിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചത്. 22 കോടിയോളം രൂപ ചിലവിട്ട് നവീകരണം പൂർത്തിയായി വരുന്ന ക്ഷേത്രത്തിൻ്റെ അഷ്ടബന്ധ ബ്രഹ്മകലശ ഉത്സവവും മൂടപ്പ സേവയും അടുത്ത മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെയാണ് നടക്കുക. 30-ന് പുനഃപ്രതിഷ്ഠാ കർമ്മവും 5-ന് മൂടപ്പ സേവയും നടക്കും. ദേരബയലു ശിവപ്രസാദ് തന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. മുൻപ് 1992 ഏപ്രിൽ മാസത്തിലാണ് ക്ഷേത്രത്തിൽ മൂടപ്പ സേവ നടന്നത്. ആഘോഷത്തിന് 5 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. യോഗം മാനില സ്വാമി കൗസ്തുഭ മോഹൻദാസ് പരമഹംസ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മകലശ ഉത്സവ സമിതി ചെയർമാൻ ഡോക്ടർ BS റാവു അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മകലശ ഉത്സവ സമിതി ഗൗരവാധ്യക്ഷൻ കുളൂരു സദാശിവ ഷെട്ടി, ഉപാധ്യക്ഷന്മാരായ KK ഷെട്ടി, BK മധൂർ, പവിത്രപാണി, രത്തൻകുമാർ കാമട്ട, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ T രാജേഷ്, സമിതി വർക്കിംഗ് ചെയർമാൻ K മഞ്ജുനാഥ കാമത്ത്, ജനറൽ സെക്രട്ടറി ജയദേവ കണ്ടികെ, മേൽശാന്തി ശ്രീകൃഷ്ണ ഉപാധ്യായ, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ, K ഗിരീഷ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തുടർച്ചയായി 8ാം വർഷവും പാട്ടിലത്ത് കുടുംബ കൂട്ടായ്മയിലെ ഉന്നത വിജയികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ച് പടന്ന പാട്ടിലത്ത് ഫൗണ്ടേഷൻ കുടുംബ കൂട്ടായ്മ. ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. 3000-ൽ പരം വരുന്ന കുടുംബാംഗങ്ങളിലുള്ള അർഹരായവർക്ക് ഭവന നിർമ്മാണം, ചികിത്സ, വിദ്യാഭ്യാസ സഹായങ്ങൾ എത്തിക്കുന്നതിനു പുറമെ 5 പേർക്ക് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ പദ്ധതിയും കൂട്ടായ്മ നടപ്പാക്കി വരുന്നുണ്ട്. ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് വാർഷിക യോഗത്തോടനുബന്ധിച്ച് അനുമോദിച്ചത്. ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. 8 വർഷമായി കുടുംബ കൂട്ടായ്മ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ട് അതിലേതാണ്ട് 4 വർഷത്തോളമായി തുടർച്ചയായി SSLC +2 പരീക്ഷയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിജയിക്കുന്ന ആളുകളെ അനുമോദിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും ഈ കമ്മിറ്റി പ്രൗഢഗംഭീരമായ ചടങ്ങാണ് വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അത്തരം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഈ ഒരു അനുമോദന ചടങ്ങ് എന്തുകൊണ്ടും ഏറ്റവും വലിയ ജനപങ്കാളിത്തം കൊണ്ട് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ്. ചെയർമാൻ PK അബ്ദുൾ റഹീം ഹാജി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ PV മുഹമ്മദ് കുഞ്ഞി ഹാജി, ജനറൽ കൺവീനർ TP കുഞ്ഞബ്ദുള്ള, കൺവീനർ P മഷൂദ്, PK ഫൈസൽ, TKC മുഹമ്മദ് അലി ഹാജി, MC അബ്ദുള്ള ഹാജി, PV ഷെരീഫ് ഹാജി, PP റസാഖ് ഹാജി, TP അഹമ്മദ് ഹാജി, PN ഇക്ബാൽ, PK അബ്ദുൾ റഹ്മാൻ ഹാജി, PN യൂനസ്, PK മുഹമ്മദ് കുഞ്ഞി, PV അഹമ്മദ് അലി, A അബ്ദുള്ള ഹാജി, PK സുബൈദ, PV അബ്ദുൾ റഹ്മാൻ ഹാജി, PP അബ്ദുൾ റഹ്മാൻ, PV ഇബ്രാഹിം ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. AP വിഭാഗം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സമസ്ത പ്രസിഡന്റുമായിരുന്ന സയ്യിദ് ഉള്ളാൽ തങ്ങളുടെ മകനുമായ ഖുറാ തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അന്തരിച്ചു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു മരണം. കാസർഗോഡ് ജാമിയ സഅദിയ അറബിയ ജനറൽ സെക്രട്ടറിയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നിരവധി മഹല്ലുകളിലെയും ഉള്ളാൾ ഉൾപ്പെടെയുള്ള കർണാടകയിലെ നിരവധി മഹല്ലുകളിലെയും ഖാസിയാണ്. ഉള്ളാൾ സയ്യിദ് മദനി അറബിക് കോളേജിൽ നിന്നാണ് മതപഠനം പൂർത്തിയാക്കിയത്. 3 വർഷക്കാലം ഉള്ളാളിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് കർണാടക പുത്തൂരിലെ കൂറത്ത് മഹലിൽ സേവനം തുടർന്നു. ഇതോടെയാണ് ഖുറാ തങ്ങൾ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അന്തർദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് MLA NE നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ സഹകരണ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല സെമിനാർ കാസർഗോഡ് MLA NE നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മെമ്പർഷിപ്പിനുള്ള അപേക്ഷയുമായിട്ടാണ് വരുന്നതെങ്കിൽ അടുത്ത ആഴ്ച വായ്പക്കുള്ള അപേക്ഷയുമായിട്ട് വരും. ആ വായ്പ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും സൊസൈറ്റി ഉണ്ടാക്കിയതും സൊസൈറ്റിയുടെ തലപ്പത്തൊക്കെ നമ്മൾ ഇരിക്കുന്നതും തന്നെ ഈ വായ്പ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ലോകത്ത് ഈ സഹകരണ പ്രസ്ഥാനത്തിന് ബീജാവാപ്പം നൽകിയത് തന്നെ ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹകരണ പ്രസ്ഥാനം ലോകത്ത് ഉടലെടുത്തത്. അപ്പോൾ യൂറോപ്പിലാണ് സഹകരണ പ്രസ്ഥാനം ഉടലെടുത്തത്. ആ യൂറോപ്പിൽ പോലും ഇന്ന് സഹകരണ പ്രസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് വലിയ അതിശയോക്തിയൊന്നുമില്ല. അപ്പോൾ സഹകരണ പ്രസ്ഥാനം വളരെ നന്നായി പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്നുണ്ട്. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം, ജോയിന്റ് ഡയറക്ടർ A രമ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR ജയാനന്ദ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് 44ാമത് നിക്ഷേപണ സഹകരണ യജ്ഞത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിലെ സഹകരണ സ്ഥാപനങ്ങളെ അനുമോദിച്ചു. കേരള ദിനേശ് ചെയർമാൻ ദിനേശ് ബാബു MK കോപ്പറേറ്റീവ് ബിൽ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു. PK ബാലകൃഷ്ണൻ മോഡറേറ്ററായി. മുൻ MLA K കുഞ്ഞിരാമൻ, ഗോപിനാഥൻ നായർ T, അഡ്വക്കേറ്റ് AC അശോക് കുമാർ, രാമചന്ദ്രൻ S എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാർ KC ലസിത സ്വാഗതവും രവീന്ദ്ര A നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. 20% DA വാഗ്ദാനം ഉത്തരവാക്കുക, പേ റിവിഷൻ കമ്മിറ്റി രൂപീകരിക്കുക, മലപ്പുറത്തെ കേഡർ ഇൻ്റഗ്രേഷൻ നടപ്പിലാക്കുക, മലപ്പുറത്തെ ജീവനക്കാർക്ക് പ്രൊമോഷൻ അനുവദിക്കുക, 2021 ശമ്പള പരിഷ്കരണത്തെയും പേ യൂണിഫിക്കേഷനിലെയും അനീതികൾ രജിസ്ട്രാർ പരിഹരിക്കുമെന്ന ഉറപ്പ് പാലിക്കുക, ബാങ്കിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക, നിയമനം ത്വരിതപ്പെടുത്തുക, ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക, PF വെൽഫെയർ
ഫണ്ട് ട്രസ്റ്റുകൾ രൂപീകരിക്കുക, മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ട്രാൻസ്ഫർ നോംസ് പ്രകാരം സ്ഥലമാറ്റങ്ങൾ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 30-31 നടക്കുന്ന പണിമുടക്കിന്റെ മുന്നോടിയായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ജീവനക്കാർ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. DCC പ്രസിഡന്റ് PK ഫൈസൽ ധർണ ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കന്മാർ പറയുന്നു, കേരളത്തിലെ ഓരോ മേഖലയിലെ കേരള ബാങ്കിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ, മറ്റ് സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ, കേരളത്തിലെ റവന്യൂ വിവിധ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ, അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട്, ഇവിടെ സാമ്പത്തിക ഞെരുക്കമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാതെ മുമ്പോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഗവൺമെന്റിനെതിരെ, കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ജനഹിതം അവർക്കെതിരെ വന്നു. അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹാരിസ് ചൂരി, DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KM പ്രകാശൻ, AKBEF ജില്ലാ സെക്രട്ടറി EV മോഹനൻ, വനിതാ കൺവീനർ A ശ്രീരേഖ, ജില്ലാ കമ്മിറ്റി അംഗം P ലത, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ, റിട്ടയർഡ് കോൺഗ്രസിന്റെ നേതാക്കളായ PS ഗിരീഷ് കുമാർ, TV മോഹനൻ, സതീഷ് കരിങ്ങാടി എന്നിവർ സംസാരിച്ചു. എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി A പ്രകാശ് റാവു സ്വാഗതവും K ശശിധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണം സമാപന സമ്മേളനവും IV ദാസ് അനുസ്മരണവും മിയാപദവ് വിദ്യാവർദ്ധക AUP സ്കൂളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് V ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണം സമാപന സമ്മേളനവും IV ദാസ് അനുസ്മരണവും മിയാപദവ് വിദ്യാവർദ്ധക AUP സ്കൂളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് V ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വിദ്യാവർദ്ധക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക KM മൃദുല മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം PK അഹമ്മദ് ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി D കമലാക്ഷ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ദാസപ്പ ഷെട്ടി, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ വനിത R ഷെട്ടി, യോഗീഷ K തുടങ്ങിയവർ സംബന്ധിച്ചു. സതീഷ് B സ്വാഗതവും രാമചന്ദ്ര T നന്ദിയും പറഞ്ഞു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സാരഥി സ്വയം സഹായ സംഘം 3ാം വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സൂരമ്പയിൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം നാരായണ ബഹറിന്റെ വസതിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സാരഥി സ്വയം സഹായ സംഘം 3ാം വാർഷികം സൂരമ്പയിൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം നാരായണ ബഹറിന്റെ വസതിയിൽ നടന്നു. വാർഷികം കാസർഗോഡ് നഗരപാലിക പ്രസിഡന്റ് P രമേശും അസോസിയേഷൻ ഓണററി പ്രസിഡന്റ് വികാസ് ഷെട്ടി ബാംഗ്ലൂരും അസോസിയേഷൻ രക്ഷാധികാരിയായ നാരായൺ ബഹ്റൻ, രാജ ദുബായ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പുരന്തര റൈ മടിക്കേരി, അശോക സുസ്മിത, പുരുഷോത്തമ ചെമ്പാട്, കൃഷ്ണ പറക്കില എന്നിവർ മുഖ്യാതിഥികളായി. അസോസിയേഷൻ പ്രസിഡന്റ് പുരുഷോത്തമ കാസർഗോഡ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാരം നൽകി. അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് റായ് കൂഡ്ലു, ഭാസ്കർ ബീരി, ഗോപാൽ ബാലടുക്ക, സതീഷ് കിദൂർ, അച്യുത സൊങ്കാൽ, ദിനേശ് അനുരാധ, സന്തോഷ് കാസർഗോഡ്, രത്നാകർ ആൾവ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി നാരായൺ ബഹ്റിൻ പ്രസിഡന്റും ഭാസ്കർ ബീരി, സുരേഷ് റായ് കൂഡ്ലു, ഗോപാൽ ബാലടുക്ക എന്നിവരെ വൈസ് പ്രസിഡന്റായും, ദിനേശ് അനുരാധ സെക്രട്ടറിയും, അച്യുത സോങ്കാൽ, ശിവപ്രസാദ് റായ് മഡ്വ, സന്തോഷ് കാസർഗോഡ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും, സതീഷ് കിദൂറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യത്തിനെതിരെ നാഷണൽ സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ NSPI നിയമ നടപടികൾക്കൊരുങ്ങുന്നു. 1 മാസത്തിനകം പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വൃത്തിയുള്ള, ശുചിത്വമുള്ള ഒരു സുന്ദര കേരളം എന്ന ആശയമാണ് NSPI മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇതിനായാണ് സംഘടനയുടെ ആദ്യത്തെ പ്രവർത്തനമെന്നും സംസ്ഥാന പ്രസിഡന്റ് KP മുനീർ അറിയിച്ചു. കളക്ടർമാർ ഇടപെട്ട് മാലിന്യ പ്രശ്നങ്ങൾക്ക് 1 മാസത്തിനകം പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KP മുനീർ, വൈസ് പ്രസിഡന്റ് KH ഖാദർ ഹാജി, സംസ്ഥാന സമിതി അംഗം B മുഹമ്മദ് ഹാജി, NSTU സംസ്ഥാന അധ്യക്ഷൻ CM ഷെയ്ഖുഞ്ഞി, മുഹമ്മദ് ഹാജി വോർക്കാടി, മണ്ഡലം പ്രസിഡന്റ് K നവാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബദറുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുള്ളേരിയ AUP സ്കൂളിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി നക്ഷത്ര വനത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡിന്റെയും മുള്ളേരിയ AUP സ്കൂൾ ഫോറസ്ട്രി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി നക്ഷത്ര വനത്തിന്റെ ഉദ്ഘാടനം നടത്തി. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 27 സസ്യങ്ങളെയും സ്കൂൾ വളപ്പിലെ കുട്ടിവനത്തിൽ നട്ടുകൊണ്ട് അവരുടെ പേര് ആലേഖനം ചെയ്ത ബോർഡും സ്ഥാപിച്ചു. വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും സമൂഹ നന്മയ്ക്കായി മരങ്ങൾ നട്ടുവളർത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഈ നക്ഷത്രവനം പരിപാടി കൊണ്ട് സാധിച്ചു. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഗോപാലകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള പരിപാടികൾ വെച്ചതിന്റെ ഫലമായിരിക്കാം എനിക്കും ഞാനൊരു നല്ലതല്ലെങ്കിലും ഒരു കർഷകനാണ്. പക്ഷേ എല്ലാ വർഷവും ഓരോ ഇനം തൈയാണ് ഞാൻ ഈ വെച്ച് പിടിപ്പിക്കുന്നത് എൻ്റെ പറമ്പിൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് 2 ലാഭമാണ് നമുക്കുള്ളത്. ഏകദേശം SLC പഠിക്കുമ്പോൾ അന്ന് വെച്ച തൈ നമുക്ക് ഇന്ന് അതൊരു വിൽപ്പന നടത്തുമ്പോൾ തന്നെ നല്ലൊരു സാമ്പത്തികമായ നേട്ടം ഉണ്ടായി. നമ്മൾ കേവലം മരം വിൽക്കുന്ന മാത്രമല്ല അതിൻ്റെ ഇരട്ടി നമ്മൾ തീർച്ചയായിട്ടും അത് വെച്ച് പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ പ്രകൃതിയോട് അതിനെ നമുക്ക് മരങ്ങളെ വെച്ച് വനവൽക്കരണം നടത്താൻ സാധിക്കും. കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഷജന കരീം മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് കുട്ടിവനത്തിൽ മരത്തൈകൾ നട്ടു. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് അംഗം CN സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രത്നാകര റാവു, കാസർഗോഡ് ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ K. ഗിരീഷ്, AUP സ്കൂൾ മുള്ളേരിയ മാനേജർ ഡോക്ടർ VV രമണ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ NV സത്യൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KR വിജയനാഥ്, AUP സ്കൂൾ മുള്ളേരിയ സ്റ്റാഫ് സെക്രട്ടറി N. ഗോപാലകൃഷ്ണ, ഫോറസ്ട്രി ക്ലബ്ബ് കോർഡിനേറ്റർ M. സാവിത്രി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക M. ശ്രീകല സ്വാഗതവും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ K. അനിലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. കാഞ്ഞങ്ങാട് P. സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് P. സ്മാരക മന്ദിരത്തിൽ സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ എഴുത്തുകാരുടെ കലാകാരന്മാരുടെ വലിയ പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വേദികളിൽ എഴുത്തുകാരോട് വരാൻ പറഞ്ഞാൽ പോയിരുന്നു. മുമ്പ് ഒന്ന് പുരോഗമന കലാസാഹിത്യ സംഘവുമായി ഒന്ന് അകന്നു നിൽക്കുന്നതാണ് എൻ്റെ എഴുത്തിന് നല്ലത്, എൻ്റെ കലക്ക് നല്ലത് എന്നുള്ള വിചാരിക്കുന്ന എഴുത്തുകാരും കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അങ്ങനെ എല്ലാ ആളുകളും ഇപ്പോൾ ഇല്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതും അതിൻ്റെ പ്രവർത്തകരായോ അല്ലെങ്കിൽ വളരെ സജീവമായി രംഗത്ത് നിൽക്കുന്ന ആളുകളായോ അല്ല. പുരോഗമന കലാസാഹിത്യ സംഘം മുന്നോട്ട് വെക്കുന്ന നമുക്കറിയാം വലിയ മാനവികതയുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട അടുപ്പത്തെക്കുറിച്ച് പറയുന്ന വലിയ ആശയങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ തന്നെ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. CM വിനയചന്ദ്രൻ അധ്യക്ഷനായി. രവീന്ദ്രൻ കൊടക്കാട്, N. രവീന്ദ്രൻ, അഡ്വക്കേറ്റ് C. ഷുക്കൂർ, ഉണ്ണികൃഷ്ണൻ K., ദർശന ജയപ്രകാശ്, രമ്യ M., VR സദാനന്ദൻ, VV ധനേഷ്, സീതാദേവി കരയാട്ട്, PV രാജേന്ദ്രൻ, ഉമേഷ് പിലിക്കോട്, രാഘവൻ വെള്ളിപ്പാടി, ഷിബു P., ഡോക്ടർ PM സലീം എന്നിവർ സംസാരിച്ചു. ജയചന്ദ്രൻ കുട്ടമത്ത് സ്വാഗതവും KN മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണവും കലാലയ കഥാപുരസ്കാര വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ചരിത്രവും സംസ്കാരവും വളച്ചൊടിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നാടിന്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും വേരുറപ്പിച്ചുകൊണ്ട് സാഹിത്യരചന നിർവഹിച്ച എഴുത്തുകാരൻ എന്ന നിലയിൽ രാജീവൻ കാഞ്ഞങ്ങാട് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് E. ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണ പരിപാടിയും കലാലയ കഥാപുരസ്കാര വിതരണ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സംഘാടക സമിതി ചെയർമാൻ എ ദാമോദരൻ അധ്യക്ഷനായി. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ജയൻ നീലേശ്വരം രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണം നടത്തി. രാജീവൻ കാഞ്ഞങ്ങാട് സ്മാരക സംസ്ഥാന കലാലയ കഥാപുരസ്കാരത്തിന് അർഹനായ അശ്വിൻ ചന്ദ്രന് യുവകലാസാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ പെരുമ്പള പുരസ്കാരം സമ്മാനിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുരിക്കൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, കരുണാകരൻ കുന്നത്ത്, രാഘവൻ മാണിയാട്ട്, O ബാലൻ, സുനിത കരിച്ചേരി, സുനിൽകുമാർ മനിയേരി, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി കാസർഗോഡ് ജില്ലാതല ഐ-കാർഡ് വിതരണം കാഞ്ഞങ്ങാട് ഹൊസ്തൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ക്ഷേത്രവാദ്യകലാ അക്കാദമി അസിസ്റ്റന്റ് സെക്രട്ടറി വാദ്യരത്നം മടിക്കൈ ഉണ്ണികൃഷ്ണൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലുടനീളം സംസ്ഥാനാടിസ്ഥാനത്തിൽ നേത്ര ചികിത്സയ്ക്കായി 10% മുതൽ 40% വരെ ഡിസ്കൗണ്ട് അനുവദിച്ചുകൊണ്ട് പ്രിവിലേജ് കാർഡ് വിതരണം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ 400ഓളം വാദ്യകലാകാരന്മാർക്ക് പ്രിവിലേജ് കാർഡ് ലഭ്യമാക്കും. കാസർഗോഡ് ജില്ലാതല ഐ-കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഹോസ്തൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ക്ഷേത്രവാദ്യകലാ അക്കാദമി അസിസ്റ്റന്റ് സെക്രട്ടറി വാദ്യരത്നം മടിക്കൈ ഉണ്ണികൃഷ്ണൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. 10% തന്നെ മാത്രമല്ല, 10% പറഞ്ഞേ 10 മുതൽ 40% വരെ ഉണ്ട്. ആ ചികിത്സയുടെ ഗൗരവം അനുസരിച്ച് അത് ലഭ്യമാവണമെങ്കിൽ അതിനൊരു നമ്പർ തന്നിട്ടുണ്ട്. അവരുടെ PR ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കണം. അതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗൂഗിൾ ഫോം നമ്മൾ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗൂഗിൾ ഫോം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നിലച്ചിട്ടാണ്. അത് റീസ്റ്റാർട്ട് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഫോൺ നമ്പറൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് ഇത് ഒത്തുനോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാർഡ് ഉള്ള ഇപ്പം നമ്മുടെ കേരളത്തിൽ 4000-ഓളം 4500 5000-ന് താഴെയുള്ള മെമ്പർമാർക്കെല്ലാം ഇത് കൊടുക്കാൻ വേണ്ടി. ഐ-കാർഡ് വിതരണം ക്ഷേത്രവാദ്യകലാ അക്കാദമി സംസ്ഥാന സമിതി അംഗവും ഉന്നതാധികാര സമിതി അംഗവുമായ ഡോക്ടർ KV രാജേഷ് മാസ്റ്റർ, രാമചന്ദ്ര മാരാർ ഉപ്പിലിക്കൈക്ക് നൽകി നിർവഹിച്ചു. ജനാർദ്ദനൻ കുട്ടമത്ത് അധ്യക്ഷനായി. ജയരാമൻ തൃക്കരിപ്പൂർ, സന്തോഷ് മാരാർ നീലേശ്വരം എന്നിവർ സംസാരിച്ചു. സുകുമാരൻ കുട്ടമത്ത് പ്രാർത്ഥനയും നടത്തി. രാജേഷ് തൃക്കണ്ണാട് സ്വാഗതവും രഞ്ജു മാരാർ മടിയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും നേതാക്കളുടെ ധാർഷ്ട്യവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. INL കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. മംഗളൂരുവിൽ കോൺട്രാക്ടറെയും കുടുംബത്തെയും ബന്ദിയാക്കി സ്വർണം കൊള്ളയടിച്ച സംഭവത്തിൽ ഞെട്ടൽ മാറുന്നില്ല. മലയാളികൾ ഉൾപ്പെടെ 10 പേർ അറസ്റ്റിൽ. കാസർഗോഡ് ഗവൺമെന്റ് UP സ്കൂളിൽ കൊതുകിനെതിരെ കവചമൊരുക്കി. ക്ലാസ് മുറികളുടെ ജനാലകളും വാതിലുകളും PTA-യുടെ നേതൃത്വത്തിൽ ഉരുക്ക് വലയിട്ടാണ് സുരക്ഷിതമാക്കിയത്. K രഞ്ജിത്തിന്റെയും P കേളുവിന്റെയും കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ ധനസഹായം കൈമാറി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നേരിട്ടെത്തി തുക നൽകി. കാസർഗോഡ് എരിയാൽ ദേശീയപാതയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ച. മധൂർ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ ഉത്സവവും മൂടപ്പ സേവയും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.